അയ്യോ, ഇനി അവൻ പണ്ടത്തെ പോലെ രാത്രി പാർട്ടിക്കോ ഫ്രണ്ട്സിന്റെ അടുത്തോ വല്ലതും പോയതായിരിക്കൂ. രാത്രി ഇവൻ മുങ്ങുന്ന ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഏയ്, ഇതങ്ങനെയൊന്നും അല്ല. അവൻ കല്യാണം കഴിഞ്ഞതി പിന്നെ അങ്ങനൊന്നും പോകാറില്ല. ഇതൊന്നും അല്ല, വേറെന്തോ കാരണമുണ്ട്. പിന്നെ പൃഥ്വി മാത്രമല്ലല്ലോ ഇപ്പൊ ഇവിടുന്ന് കാണാതായിരിക്കുന്നത്. ആ കിരണും ദുർഗയെ മുറിയിലില്ല, അവരെയും ഒപ്പം കാണാതായിട്ടുണ്ട്. ഈ സമയത്ത് അവരിതെവിടെ പോയതാ? ഇനി പൃഥ്വിയോടുള്ള ദേഷ്യം കാരണം അവര് പൃഥ്വി എന്തെങ്കിലും ചെയ്തു കാണോ? നീ എന്തൊക്കെയാ ഷീ പറയുന്നേ? ദുർഗയും കിരണും ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. അതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്ന പോലൊന്നും അല്ല ഇപ്പോഴത്തെ മനുഷ്യന്റെ സ്വഭാവം. അതൊക്കെ എപ്പോഴാ എങ്ങനെയാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ശരിയാ, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാലം അങ്ങനെയാ. നമുക്ക് വെറുതെ സംസാരിച്ച സമയം കളയാതെ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. എല്ലാം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അതെ പൂർണിമേ, എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കും. കിരൺ, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ എവിടെയായിരുന്നു? എവിടുന്ന് ഇപ്പൊ വരുന്നത്? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ പറ്റി? വെറുതെ നുണ പറയാൻ നോക്കണ്ട. ഞാൻ നിങ്ങളുടെ മുറി വന്ന് നോക്കിയല്ലോ, നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ഞങ്ങളും മുറിയിലില്ലായിരുന്നു. നല്ല നിലാവുള്ളതുകൊണ്ട് കുറച്ചുനേരം പുറത്തിരിക്കാൻ കരുതി പുറത്തേക്ക് പോയി. വേണ്ട, നുണ പറഞ്ഞെന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സത്യം പറ, പൃഥ്വി എവിടെ? പൃഥ്വിയോ? പൃഥ്വി ഇവിടെ ഇല്ലേ? പിന്നെ അവനെവിടെ പോയി? ദുർഗെ, നീ വെറുതെ അഭിനയിക്കരുതേ. ഞാൻ എന്തിനാ അഭിനയിക്കുന്നേ? ഒന്ന് നിർത്താമോ? എന്തിനാ ഈ സമയത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? എത്രയും പെട്ടെന്ന് പൃഥ്വിയെ കണ്ടെത്താൻ നോക്കാം. ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. പൃഥ്വി വന്നല്ലോ. അമ്മേ, അയ്യോ മോനെ പൃഥ്വി, നിന്റെ മുഖത്ത് എന്താ പാട്? എന്താടാ ഇത്? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? എന്തുവാടാ മോനെ ഇത്? അയ്യോ, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? നീ ഇത് എവിടെ ആയിരുന്നടാ പൃഥ്വി? എന്താ പൃഥ്വി പറ്റിയത്? അതെ ചേച്ചി, ആ അണ്ടർകവർ പോലീസ് ടീം എന്നെ തന്നെ. പോലീസോ?